ഈ വെള്ളച്ചാട്ടം ഏതാണെന്നിപ്പോൾ ഓർക്കുന്നുണ്ടാവില്ലേ? ഇതാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം. എന്ത് ഭംഗിയാന്ന് കണ്ടോ. ശരിക്കും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഒരു മനസ്സിനും ശരീരത്തിനും ഒക്കെ ഒരു സുഖം കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാട്ടോ. അത്ര അടിപൊളി, ശരിക്കും പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരു സ്ഥലം എന്ന് പറയാം. അവിടെ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സുകളൊന്നുമില്ല. ഇതിപ്പോൾ മഴ കുറവുള്ള സമയത്ത് പോയി എടുത്തതാണ്. എന്നിട്ട് തന്നെ ഇത്രയും നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റുമെങ്കിൽ മഴയുള്ള സമയത്ത് നമുക്ക് ഊഹിക്കാവുന്നല്ലോ എത്രയോ ഉണ്ടെന്നുള്ളത്. പിന്നെ ഇപ്പം നമുക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റിയായിരുന്നു ഈ സീസണിൽ മാത്രം കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇറങ്ങാം. പിന്നെ അതിൻ്റെ മുകളിലോട്ട് വനത്തിലാണെങ്കിൽ 2ഉം 3ഉം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ രീതികൾ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു നാച്ചുറലായിട്ടുള്ള രീതി തന്നെയാണ്, അല്ലാതെ ഒരു കൃത്രിമത്വം എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ഇരിക്കുന്ന ഫുഡിൽ അടക്കം എല്ലാം അതെ അവിടുത്തെ ആ ഒരു മുള വെട്ടിയും അതുപോലെ തന്നെ അങ്ങനെ ഒരു രീതിയിലുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. ഇത് കണ്ടോ, ഇതൊക്കെ വന്നു പോയവരുടെ ഓരോരോ കലാവിരുതുകളാണ്. ഞങ്ങളിവിടെ വന്നിച്ച് പോയിട്ടുണ്ടെന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. ഓരോരുത്തരുടെ പേരുകൾ എഴുതി വെച്ചേക്കുന്നതാണ്. എല്ലാ ഇല്ലയിൽ കൂടി ഉണ്ട് ഇതുപോലെ എഴുതി വെച്ചേക്കുന്നത്. നമ്മൾ ചെല്ലുന്നത് പാലത്തിലാണ്, തുഷാരഗിരി പാലം. അവിടെ നമുക്ക് കുറച്ച് നടക്കണം കേട്ടോ. കുറച്ച് നടന്ന് കഴിയുമ്പോഴാണ് ഈ വെള്ളച്ചാട്ടം എത്തുന്നത്. ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നല്ല അടിപൊളി ഒരു തൂക്കുപാലം ഉണ്ട് കേട്ടോ. ആ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയായിരിക്കും എടുത്തു കഴിയുമ്പോൾ. പിന്നെ അവിടെ ഒരു താന്നി മുത്തശ്ശിയുണ്ട്. ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് കയറി പോകുമ്പോൾ ഒരു കുഞ്ഞരുവിയാണ്. ആ അരുവിയെ ചേർന്ന് നല്ല അടിപൊളി ഒരു കുഞ്ഞിപ്പാലം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക. അതിൽ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിലും ഇതൊരു റോപ്പ് വേയും കൂടി ഉണ്ട് ഇവിടെ കേട്ടോ. ഇതുപോലെ നമുക്കത് ആ പാലം, ഒരു വലിയൊരു പാലമുണ്ട് തുഷാരഗിരി പാലത്തിൽ. ആ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ഇത് പോകുന്നത്. ഇതിൽ പോയി നല്ല ഒരു ആംബിയൻസ് തന്നെയാണ് കേട്ടോ. ആ ഒരു ഏരിയ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും ഈ ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇതുണ്ടോ, ഒരാൾ പോയിട്ട് വരുന്നതിൻ്റെയൊക്കെ ആകാശദൃശ്യം എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ. എല്ലാം ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് കുറേ ഭാഗങ്ങൾ ഞാൻ ഷോർട്ട് ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം. പിന്നെ നമുക്ക് ഇതിലേക്ക് തുഷാരഗിരിക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇത് കണ്ടോ, അച്ചായൻ്റെ ചായക്കട. അവിടെ നമ്മൾ കയറിയേച്ച് നമ്മൾ ആവശ്യമുള്ള ഫുഡ് എന്തോ ഓർഡർ ചെയ്തേച്ച് പോയി കഴിഞ്ഞാലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ 1-1.5 മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ പോയി തിരിച്ചു വരുമ്പോഴത്തേനും നമ്മൾക്ക് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അവധിക്കാലങ്ങളിലൊക്കെ കുട്ടികളെയും കൊണ്ടും കുടുംബമൊക്കെ ആയിട്ട് വന്നാൽ കാണാൻ പറ്റിയ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വയനാട്ടിലെ ചുരത്തിന് വഴി നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ആ ചുരം വഴി നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് തുഷാരഗിരിക്ക് തിരിഞ്ഞാൽ പെട്ടെന്ന് എത്താം കേട്ടോ, കോഴിക്കോട് നിന്ന് വരുമ്പം. അതുപോലെ കോഴിക്കോട് നിന്ന് നമ്മൾ കോടഞ്ചേരി വഴിക്ക് വന്നാലും നമുക്ക് ഈ ടൂറിസ്റ്റ് പ്ലേസിൽ എത്തിച്ചേരാൻ പറ്റും കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് തന്നെ ഒരു താന്നി മുത്തശ്ശിയുണ്ട്. 450 വർഷം പഴക്കമുള്ളതാട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോസ് എടുക്കാൻ എന്ത് ഭംഗിയാണെന്നറിയാവോ.